ഹലോ ഗൈസ്, നമുക്കൊരു അടിപൊളി ചെമ്മീൻ കറി ഉണ്ടാക്കിയാലോ. മുരിങ്ങാക്കായ ഇട്ടിട്ട് അടിപൊളി ഒരു ചെമ്മീൻ കറി. അതിന് ഞാനൊരു 1/2 കിലോ ചെമ്മീനും മുരിങ്ങാക്കായും കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കുക. ഒരു അരമുറി തേങ്ങയും ചെറുള്ളിയും കൂടി നന്നായിട്ട് പേസ്റ്റ് ആക്കുക. പിന്നെ അതുപോലെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി 2 എണ്ണം. അതിന് ശേഷം ചട്ടി അടുപ്പത്ത് വെക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, ലേശം ഉലുവ ഇടുക. അതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. കുറച്ച് കറിവേപ്പില ഇടുക. അതിന് ശേഷം അതൊന്ന് മൂത്ത് നിന്നാൽ നമ്മൾ കട്ട് ചെയ്ത തക്കാളി അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് 1.5 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 സ്പൂണ് മല്ലിപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം 1 സ്പൂണോളം ഈസ്റ്ററിൻ്റെ ഫിഷ് മസാല അത് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പ് അത് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. സൂപ്പറായിട്ട് തിളച്ചിട്ട് വന്നോട്ടെ. ആ തിളക്കൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 പോറ്റ് കുടംപുളി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് തിളപ്പിക്കുക. ആ പുളിയൊക്കെ കണ്ടിറങ്ങണം ശരിക്കും. അതിന് ശേഷം ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ അത് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ചെമ്മീനൊക്കെ ഒരുവിധം പകുതി വേവായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മുരിങ്ങാക്കായ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. വീണ്ടും ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ ഒന്ന് താളിച്ചെടുക്കണം. അതിനായിട്ട് ചെറുള്ളി, വേപ്പില, ലേശം മുളക് പൊടി അതും കൂടെ ആഡ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കാം. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ല വീഡിയോ